എനിക്ക് ഈ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെടുക്കണം, ബന്ധനങ്ങളെ തകർത്തെറിയണം, പിന്നെ കാറ്റിൽ പറത്തണം. മരുമകളായി, പത്നിയായി, അമ്മയായി അരങ്ങുവാണപ്പോൾ അറിയാതെ അറ്റുപോയ ബാല്യങ്ങളെ ഓർത്തെടുക്കണം. ഉന്മാദമായി പിന്തിരിഞ്ഞോടണം, വയലുകൾ, വരമ്പുകൾ, ഇടവഴിയുമെല്ലാം താണ്ടണം. കൈവീശി വേഗത്തിലോടണം, ഉറക്കെ ചിരിക്കണം. ഭീമാകാരനായി പറന്നിറങ്ങിയ അമ്മക്കിളി തൻ്റെ ചിറകിനടിയിൽ നെയ്ത്തുകാരൻ കക്ഷിയെപ്പോലെ കാലങ്ങൾ കൊണ്ട് കിനാക്കളാൽ നെയ്തെടുത്ത കുഞ്ഞു വീടിൻ്റെ അകത്തളത്തിലേക്കെത്തണം. അവിടെ എടുക്കുവാൻ മറന്നുപോയ തൂലിക എടുക്കണം. പറയാൻ ബാക്കി വെച്ചതെല്ലാം പൊടി തട്ടിയെടുക്കണം. ഞാനവിടെ പാതി എഴുതിവെച്ച് എൻ്റെ കിനാക്കൾ ആക്രിക്കാരനിൽ നിന്നും വാങ്ങി തകർത്തുടച്ചരച്ച് കലക്കി വീണ്ടും തീർത്ത മനോഹരമായ തൂവെള്ള പേപ്പറുകൾ കയ്യിലെടുക്കണം. ചതുരത്തിൽ അമ്മ പണിയിച്ച മമ്പണിക്കപ്പുറം കുഞ്ഞു ഗോവണികൾ തീർക്കണം. അകത്തിവച്ച് ഗോവണി കഴികൾക്കുള്ളിൽ വേരുറപ്പിച്ച് തെച്ചിയോടും ജമന്തിയോടും കുശലം ചോദിക്കണം. ദാഹമകറ്റണം. പറങ്കിമാവിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറണം. ചെറിയ തോട്ടികൊണ്ട് ചില്ലക്കമ്പിൽ തൂങ്ങിയാടുന്ന പറങ്കിമാങ്ങ പറിച്ചു തിന്നണം. അണ്ടികൾ കുറെ അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയുടെ കൈകളിൽ അമ്മാനമാടിയ നീളത്തിലുള്ള അണ്ടിപ്പൂട്ടുകളിൽ 2 എണ്ണമെങ്കിലും നുണയണം. ചേച്ചി കാണാതെ തയ്യൽ മെഷീനിൽ മുട്ടുവരെ എത്തിയ ഒരു പാവാട തുന്നി ധരിക്കണം. ആലിംഗനബദ്ധരായി നിൽക്കുന്ന കൂവളത്തിൻ്റെ ഉച്ചിയിൽ കയറി മുല്ലമൊട്ടറുക്കണം. പ്രഭാതത്തിൽ ഇടവഴിയിലൂടെ തപ്പിത്തടഞ്ഞു നടന്ന് അമ്പലക്കുളത്തിൻ്റെ 1-ാം കടവിൽ നീന്തി കുളിക്കണം. അപ്പുറത്തെ കടവിൽ കൽപ്പടവുകളിൽ നിന്ന് ഓടി വന്ന് തലയും കുത്തി കുളത്തിലേക്ക് എടുത്തു ചാടുന്നവരുടെ സോപ്പിൻ്റെ സുഗന്ധം ആവോളം മണക്കണം. ഈറനുടുത്ത് വാതിൽ തുറന്നാൽ അടയ്ക്കുക എന്ന് എഴുതി വെച്ച കിളിവാതിൽ തുറക്കണം. തേവർക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കണം. തൂങ്ങിക്കിടക്കുന്ന കോണകവാൽ മറയ്ക്കാൻ വേണ്ടി മാത്രം ഈറൻ തോർത്തൊടുത്ത തിരുമേനിയിൽ നിന്നും ഇലച്ചീന്തിൽ പ്രസാദം വാങ്ങണം. ചതുരത്തിലുള്ള സിമന്റ് തറയിൽ മണലിൽ ഹരിശ്രീ കുറിക്കണം. ഗണപതിക്ക് മുന്നിൽ ഏത്തമിടണം. അയ്യപ്പനെ കണ്ണനെ തൊഴുതു മടങ്ങണം. ആദ്യത്തിനോട് കിന്നാരം പറഞ്ഞ് തലയാട്ടിച്ചിരിക്കുന്ന ജമന്തിപ്പൂവിൽ തേൻനുകരാനെത്തിയ ഓണത്തുമ്പിയെ പുറകെ പമ്മിച്ചെന്ന് ചിറകിൽ പിടിക്കണം. അതിൻ്റെ വിറകൊള്ളുന്ന കുഞ്ഞിക്കാലുകൾ എൻ്റെ അധരങ്ങളെയും ഒട്ടിയ കവിളിനെയും പുൽകണം. അമ്മ തന്നുവിടുന്ന മുഷിഞ്ഞ നോട്ടുകൾ വിജയേട്ടൻ്റെ കടയിൽ കൊടുത്ത് മിച്ചം വന്ന നാണയത്തൊട്ടുകളിൽ ഒന്നെടുത്ത് കറുത്ത സിബുള്ള മഞ്ഞ പേഴ്സിൽ ആരുമറിയാതെ ഒളിപ്പിച്ചു വയ്ക്കണം. ഇതൊന്നുമല്ലെങ്കിൽ നിളയുടെ തീരങ്ങളിലേക്ക് ഓടണം. നെഞ്ചിൽ തറഞ്ഞു നിൽക്കുന്ന കൂറ്റൻ കാലുകൾ വേദന കൊണ്ട് പുളഞ്ഞ് തട്ടിയെറിയുന്നതിന് മുമ്പേ ആ കാലുകൾക്ക് മീതെ തീർത്ത പാതയിൽ കൂടി കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നെഞ്ചും വിരിച്ച് കൈകൾ വീശി നടക്കണം. അവിടെ അങ്ങകലെ നിളയുടെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം. നിളയുടെ ചലനശേഷി പറ്റിയ നീർച്ചാലുകളിൽ ഇരതേടിയിറങ്ങിയ നീർക്കാക്കകളോട് മൗനമായി മന്ത്രിക്കണം. ഇനി എത്ര കാലം? പുഴയുടെ ഓരങ്ങളിൽ മാത്രമല്ല, നടുക്കു നിൽക്കുന്ന കുറ്റിച്ചെടികളുടെ വേരുകളിൽ മിഴിയൂന്ന് ചോദിക്കണം, ഇനി എത്ര നാൾ? പിന്നെ സ്വയം ചോദിക്കണം, ഇനി എത്ര നിമിഷങ്ങൾ? മെല്ലെ മെല്ലെ അരുണൻ ചക്രവാളസിമകളെ തഴുകി കടന്നു പോകുമ്പോൾ അവിടുന്ന് തിടുക്കത്തിൽ നടക്കണം. ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, എന്നാൽ 1000 വട്ടം കേൾക്കാൻ കൊതിച്ച മോളെ എന്നൊരു വിളി കേട്ട് അമ്മയുടെ ഓരം ചേർന്ന് കിടക്കണം. കവളിൽ ഉപ്പുനീരിൽ മിഴുന്നിട്ട് നെഞ്ചിൽ മുഖം പൂഴ്ത്തി എനിക്ക് മന്ത്രിക്കണം, അമ്മേ ഇനിയെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും ഒന്നും ഈ പരിസരത്തേക്ക് അടുപ്പിക്കാതെ എന്നെ മാത്രം ഒന്ന് ചേർത്ത് പിടിക്കാമോ?